എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ പൂരി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് പൂരി ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിൽ നമ്മൾ സാധാരണ രീതിയിൽ പൂരി വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊള്ളിച്ച് വരില്ല. അപ്പോൾ അതിന് കുറച്ച് ട്രിക്സൊക്കെ ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പൂരി അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത അതേ ഒരു ടെക്സ്ചറിൽ പൂരി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പൂരിക്കുള്ള മാവ് തയ്യാറാക്കുന്ന രീതി സാധാരണ പൂരി തയ്യാറാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പകുതി അളവിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൂരി ഒരു പുറമേ നല്ലൊരു ബ്രൗൺ നിറത്തിൽ ഓയിലി ടെക്സ്ചറിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് തൈര്. നല്ല കട്ട തൈരാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടാണ് ചേർത്തിരിക്കുന്നത്. ഗ്രീക്ക് യോഗട്ട് തന്നെ വേണമെന്നില്ല, ഏത് കട്ട തൈരായാലും മതി. അധികം പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട്. പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ളതും ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ലൂസും ആകരുത്, ഒരുപാടങ്ങ് കട്ടിയാകരുത്. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ ഒരു 1/4 കപ്പ് മുഴുവനായിട്ട് ഇതിൽ ചേർത്തിട്ടില്ല, കുറച്ചൊന്ന് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ച് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഞാനിതിന് മുൻപ് എയർ ഫ്രയറിൽ പൂരി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പൂരി പറന്നു പോവുകയാണ് ചെയ്തത് എയർ ഫ്രൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പൂരി ആക്കി എടുക്കാം. പൂരി ആക്കി ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൂരി പരത്തുമ്പോൾ ഒരുപാടങ്ങ് തിന്നാക്കാതെ അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് കട്ടിയാകുകയും ചെയ്യരുത്. നമ്മൾ ഈ പൂരി പൊടിയിൽ മുക്കിയിട്ടാണ് പരത്തുന്നത്. നമ്മുടെ ഇതിന് മുൻപുള്ള പൂരിയുടെ റെസിപ്പിയിൽ നമ്മൾ ഓയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. പിന്നെ ഈ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് വേണം നമുക്കിനി ഇത് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമ്മളിവിടെ പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെള്ളമാണ്. വെള്ളം ആവശ്യത്തിന് എടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, 1 ലിറ്റർ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി പൂരി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് പൂരി വെള്ളത്തിലിട്ട് ഫ്രൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇങ്ങനെ വൈറലായിരുന്നു. പക്ഷേ അത് ഒരു ഫ്ലോപ്പ് റെസിപ്പിയാണ്. അപ്പോൾ അത് പൂരിയല്ല അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഒട്ടും ഫെയിലാവാത്ത, ഞാൻ ഗ്യാരണ്ടി തരുന്നൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആ പൂരി പരത്തിയത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൃത്യം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പൂരി മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പൂരി ഇങ്ങനെ ഫ്ലോട്ടായി കിടന്നാൽ അപ്പോൾ തന്നെ ഒരു തവി വെച്ചിട്ടൊന്ന് കോരി നമുക്കിനി ഇത് എയർ ഫ്രൈ ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എയർ ഫ്രയറിലേക്ക് പൂരി വെച്ച് കൊടുക്കാം നടുഭാഗത്തായിട്ട്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നതും കറക്റ്റ് സെറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ചെയ്യുക. 190 ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മിനിറ്റ് നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. കൃത്യം 4 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇതിൽ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ആ തൈര് ചേർത്തിരിക്കുന്ന കാരണം ആ ഒരു ഓയിലി ടെക്സ്ചറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ നിറവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഏത് ഫ്രൈഡ് ഐറ്റംസും തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകളിൽ ആ ഒരു ഓയിലി ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇന്ന് സെർവ് ചെയ്യുന്നത് കുക്കറിലുണ്ടാക്കിയ വളരെ ഈസി ആയിട്ടുള്ള മുട്ടക്കറിയുടെ കൂടെയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഉടനെ തന്നെ ഇത് എയർ ഫ്രൈ ചെയ്യുക. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ എയർ ഫ്രൈ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പൂരി പുഴുങ്ങാനായിട്ട് വെക്കുക. അതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എടുത്തിട്ട് എയർ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഓരോന്നും നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണയില്ലാത്ത പൂരിയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻസിലൂടെ അറിയിക്കാനും അതുപോലെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്ത് തരാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്